ഹായ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരു എന്താ പറയുക, കുറച്ച് ശേഷം ഒരു കൊച്ചു വീഡിയോസാണ് കേട്ടോ. നമ്മുടെ പിള്ളേരെല്ലാം സ്കൂളിൽ പോയി, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ദിവസം പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, രണ്ടുപേരും കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ എന്താ പറയുക, ഫുൾ ഒരു തിരക്കാണല്ലോ. പിള്ളേരുള്ളപ്പം കുറച്ചൊക്കെ നമ്മൾ അവരുടെ പുറകെ ഓടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെയുള്ള പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ചില ദിവസം എല്ലാ ദിവസവും വീഡിയോസ് നമുക്ക് ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല. എന്തൊക്കെ ഇപ്പോൾ സ്കൂളിൻ്റെ ഓപ്പണിങ്ങും തിരക്കും ഒക്കെ ആയതുകൊണ്ട് നമുക്കധികം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇന്നത്തെ സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിന്ന് നമ്മുടെ മഴയൊക്കെ പെയ്തുകൊണ്ട് നമ്മുടെ കൊച്ചു വരളിയിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തോട്ടിലൊക്കെ നമുക്ക് പോകാൻ പറ്റില്ല, തോട്ടിലെ വെള്ളമൊക്കെ അപ്പടി കലങ്ങി മറിഞ്ഞു വന്നുകൊണ്ട് നമ്മൾ വരളിയിലാട്ടോ കുളിക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ കുളിക്കാൻ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ആരാന്നറിയോ? നമ്മുടെ ജാക്കി കുട്ടി. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവളെയും കൂടെ കൊണ്ടുപോയി നന്നായിട്ടൊന്ന് ഷാമ്പൂ ഒക്കെ തേച്ച് കുളിപ്പിച്ച് അവിടെ ഒന്ന് കൊണ്ടുപോകാൻ നോക്കിക്കൊണ്ടിരിക്കും. എനിക്കൊരു കൂട്ടായി. അപ്പം നമുക്ക് അവളെയും കുളിപ്പിക്കാം. അങ്ങനെ ഞാൻ ചാക്കിനെ ഒന്ന് മാറ്റി കെട്ടിയേക്കോ കേട്ടോ. അപ്പോൾ ദേ അവൾ നല്ല പോത്ത് പോലെ കടന്ന് ഉറങ്ങുവാണ്. ചാക്കി കുളിക്കണ്ടേ? കുളിക്കണ്ടേ? പിന്നെ ഒരുത്തി കൊഞ്ചാൻ തുടങ്ങാം. കുളിക്കണ്ടേടി ജാക്കി? ജാക്കി പിന്നെ ബാ നമുക്ക് കുളിക്കാൻ പോവാം. എന്നിട്ട് മടിച്ച് പാത്തു കുളിക്കാൻ കഴിയില്ലാണ്ട് അവൾ കിടക്കണം. എനിക്ക് അങ്ങനെ ജാക്കിനെയൊക്കെ അഴിച്ച് ഞാൻ നമ്മുടെ വാച്ചാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 3-4 ദിവസം കൂടിയുള്ള കുളിയാണ് കേട്ടോ. ഇത്തവണ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ ദിവസമുള്ള കുളിയൊക്കെ അങ്ങ് ചെറുതായിട്ടങ്ങ് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് അവളും പതുക്കെ സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങണം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഒത്തിരി നാൾ കൂടിയാട്ടോ ഈ സ്ഥലത്തേക്കൊക്കെ അവളൊന്ന് കൊണ്ടുപോകണത്. അപ്പോൾ അവൾ അവിടെ ഇവിടെയൊക്കെ മണം പിടിച്ച് ഒക്കെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചില സമയത്ത് അവളുടെ വലി കാരണം ഞാൻ തന്നെ ഞെട്ടിപ്പോവാറുണ്ട്. അപ്പോൾ അവളതേ പതുക്കെ വാഴത്തോട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കണം. കുളിക്കാൻ ജാക്കിക്കുട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാച്ചാലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പം അപ്പടി കാടൊക്കെ ആയിട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും വിളിച്ചിരുന്നാൽ പോലും നമ്മൾ കാണും. ബാഡി ജാക്കി അവൾക്ക് ചൂച്ചു വെക്കാൻ പറ്റി, അവൾക്ക് ചൂച്ചു വയ്ക്കും അവൾ. അപ്പം വാ. അപ്പം ഇത് വാഴയൊക്കെ അപ്പടി വലുതായി കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവളെയും കൂടെ കൂട്ടാൻ ഓർത്തു. നല്ല കാടാണ്. ബാ ഇതേക്ക് പതുക്കെ ഇറങ്ങിക്കേ. സ്റ്റെപ്പൊക്കെ പെട്ടെന്ന് ഇറങ്ങിക്കോളൂ കേട്ടോ അവൾ. തോട്ടിലേക്ക് കൊണ്ടുപോയി ആൾക്ക് ഭയങ്കര സന്തോഷമാണേ. അവൾ തോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, നന്നായിട്ട് അങ്ങോട്ട് നന്നായിട്ട് നീന്തും. തടിച്ചിപ്പാത്ത് ഇറങ്ങി പോകണമെങ്കിൽ നടക്കാൻ കഴിയില്ല, എക്സസൈസ് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. കണ്ടോ, അവൾക്ക് കൃത്യം വഴി അറിയാം കേട്ടോ. അപ്പോൾ അവളതേ എന്നെക്കാൾ ഓട്ടമായി. അപ്പം നമ്മുടെ ജാക്കിനെ ഞാനങ്ങനെ ഇവിടെ കൊണ്ടുവരാറില്ല കേട്ടോ. പിന്നെ ഇന്ന് നോക്കിയപ്പോൾ അന്ന് ആശാത്തി ഒന്ന് വെള്ളത്തിലിറങ്ങിയടി കാത്തു കന്നു പുണ്ണു വന്നി നമുക്ക് കുച്ചിൻ്റെ ജാക്ക് കുച്ചിൻ്റെ കുളിക്കണ്ടേ? ഇതാണ് കേട്ടോ നമ്മുടെ കൊച്ചരുവി. അപ്പോൾ ഇവളെ അങ്ങോട്ട് ഇറക്കിയാൽ ചിലപ്പം കരിമ്പങ്കാട്ടിലേക്ക് ആന കയറിയ പോലെ അവസ്ഥയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും അധികം കൊണ്ടുപോകണില്ല കേട്ടോ. ഇങ്ങ് മാറിന്നേ, നമുക്ക് കുളിക്കാം. അവളെ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി. ജാക്ക് 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 ഇവിടെ നോക്കി, കമോൺ. കണ്ടോ അവൾ ഇറങ്ങിയൊക്കെ നോക്കുമോ, മണമൊക്കെ പിടിക്കുക ചുറ്റും. കണ്ടോ അപ്പടി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാടാണ് കേട്ടോ. ആരെങ്കിലും ഒന്ന് പതുങ്ങിയിരുന്നാൽ പോലും നമ്മൾ കാണില്ലെങ്കിലും ഇവിടെയൊക്കെ നമുക്ക് തൊട്ടടുത്തടുത്തേക്ക് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ റബ്ബർ തോട്ടം ഭയങ്കര വിജനമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് വരുന്നത് കൊണ്ട് നമുക്കിതൊക്കെ ഒരു ശീലമായിട്ട് നല്ല പച്ചപ്പായിട്ട് നല്ല അതിനോട് ചേർന്നൊരു കൊച്ചു വരളിയുണ്ട് കേട്ടോ. വരളി എന്താ പറയുക, വാച്ചാൽ, തോട് എന്നൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും അതിനോട് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാനും ജാക്കിക്കുട്ടിയുണ്ട് കേട്ടോ. അവളത് തോട്ടിലെ വാച്ചാലിൽ ഇറങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് തുണി അലക്കാനുണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വാഷിംഗ് മെഷീനിലേക്ക് നമ്മൾ തുണി, പിള്ളേരുടെ ഇന്നർ വെയർ, അങ്ങനെ കുറച്ച് അതെല്ലാം യൂണിഫോമൊക്കെ നമ്മൾ സ്വന്തമായിട്ട് വാഷ് ചെയ്തെങ്കിൽ മാത്രമേ ശരിക്കും എന്നാലല്ലേ ഒരു എന്താ പറയുക, ആ തുണിക്കാണെങ്കിൽ ഒരു പുതുമ പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. പിന്നെ കുറച്ച് കുഞ്ഞു വെയിലൊക്കെ
തെളിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് ഉണക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക വാസനയായിരിക്കും. ഇങ്ങ് വാടി ഇങ്ങോട്ട് കാന്താരി. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ ഒന്ന് കുളിപ്പിക്കട്ടെ കേട്ടോ. അപ്പോൾ ദേ എൻ്റെ അടുത്ത് ആൾ നിൽപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇന്ന്. ലേഡി നിവിക്കുട്ടൻ എന്ത് അടി, നിയാമോൾ എന്ത് അടി, നിറച്ച് കൊതുകുണ്ട് കേട്ടോ ഗൈസ്. പിള്ളേർ വരുമ്പോൾ പറയും അപ്പടി കൊതുകാമേ ഞങ്ങൾ കൂച്ചാൻ വന്നില്ല എന്ന് പറയും. പക്ഷേ ഞാൻ ഇടയ്ക്ക് നിർബന്ധിച്ച് കൊണ്ട് ഈ മണ്ണലേക്ക് ഒന്ന് വാരട്ടെ, എന്ത് രസമല്ലേ. അപ്പോൾ ഈ കൊച്ചു കൊച്ചു മീനൊക്കെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഉണ്ട്. കണ്ടോ, ശരിക്കും പറഞ്ഞാൽ നല്ല തെളിഞ്ഞ കണ്ണീതുണ്ട്. ഈ ഒരു ഇതിൽ കൂടെ കേട്ടോ വെള്ളമൊക്കെ വരുന്നത്. ജാക്കി ഇങ്ങനെ 4 വശം. അങ്ങനെ ഞാനും എൻ്റെ ജാക്കിക്കുട്ടിയും ഒച്ചയ്ക്കായി പോയി. ജാക്കിക്ക് വിഷമമുണ്ടോടി? അവൾക്ക് അപ്പടി വിഷമം കേട്ടോ. പിള്ളേരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒച്ചയില്ല, ബഹളമില്ല. ശരിക്കും നമ്മുടെ വീട് ഉറങ്ങിപ്പോയിട്ടോ. എനിക്കും ജാക്കി ഇങ്ങോട്ട് നോക്കിയടി, ഇങ്ങ് നോക്കിയേ, ഇത് ഇങ്ങനെ നോക്കി. ഒച്ചോ വേനയെടുത്തോ. അപ്പോൾ ദേ വീട് ഉറങ്ങിപ്പോയി. പിന്നെ പിള്ളേരെല്ലാം നമുക്കുണ്ടെങ്കിൽ തന്നെ ഒരു വളരെ സന്തോഷമാണ്. ഇന്നിപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞു കൊട്ടിയായിട്ട് നമ്മുടെ ജാക്കിക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ജാക്കിക്കുട്ടിയുടെ നഖമൊക്കെ ഒത്തിരി നീണ്ടു. അവളുടെ കൂടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് പെയിൻറ്റിങ് ആയി. അപ്പോൾ അതിനുള്ള പരിപാടിയൊക്കെ ചെയ്യണം. ഇനി നഖമൊക്കെ ഒന്ന് വെട്ടിക്കാൻ അവളെ ഒന്ന് ബ്യൂട്ടി പാർലറിലൊക്കെ ഒന്ന് കൊണ്ടുപോകണം. പിന്നെ മുത്തേ ഇവിടെ നോക്കിയേ, മുത്തേ അച്ചോട്ട് മുട്ടല്ലേ അവിടെ വച്ചക്കൊണ്ടുണ്ടോ? അവൾക്ക് ഞാൻ അപ്പോൾ ഒന്നും കൊടുത്തില്ല. അതിന് കുളിപ്പിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് കുറച്ച് നേരം വെയിലത്തൊക്കെ നിർത്തിയിട്ട് വേണം അവൾക്ക് അപ്പോൾ ഒന്നും കൊടുക്കാൻ. പിന്നെ വേറെ എന്നാ പ്രത്യേകിച്ച് കേട്ടോ, എന്ത് രസമല്ലേ ആ സൗണ്ട് കേൾക്കാൻ. ഇവിടെ വന്നിരുന്ന നല്ല കിളികളുടെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇങ്ങനെ നിറച്ച് കാടും മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പം ഒത്തിരി കിളികൾ ഇവിടെയുണ്ട്. എനിക്കൊന്ന് ഈ മരത്തിലൊക്കെ ഇങ്ങനെ കൂടുകൂട്ടി എന്തോരം കിളികളുണ്ടെന്നറിയാം. ജാക്കി നോക്കൂ, അവിടെയൊക്കെ പരത്തി നോക്കൂ. ഇത് എന്നാ മോനെ, നമുക്ക് കുച്ചൻ്റെടി ചക്കരെ, അമ്മയുടെ പൊണ്ണിന് കുച്ചൻ്റെടി, മുഖമൊക്കെ ഒന്ന് കഴുകിക്കേ. അപ്പോൾ അവളെ ഒന്ന് കുളിപ്പിക്കണം. അപ്പോൾ എന്താ പറയുക, നല്ല രസമുണ്ട് കിളികളുടെ സൗണ്ടൊക്കെ കേട്ട്. കുറച്ച് നേരം ഞാൻ ഇവിടെ എത്ര എനിക്കാണെങ്കിൽ പോലും വെള്ളം ഉണ്ടെങ്കിൽ എനിക്ക് മെഷീനിൽ അലക്കുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ് അങ്ങനെ ഇവിടെ വന്ന കല്ലയിലൊക്കെ കുത്തിപ്പിഴിഞ്ഞ് അലങ്ങി. അവിടെ അത്യാവശ്യം ഒന്ന് ഇരുന്ന് മുങ്ങാനുള്ള വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വെള്ളമാണ് കേട്ടോ, നല്ല തണുപ്പുണ്ട് ഈ വെള്ളത്തിന്. അപ്പോൾ ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു സന്തോഷം. എന്നെ സംബന്ധിച്ച് രാവിലെ തന്നെ നമ്മുടെ എന്താ പറയുക കുക്കിങ്ങും പരിപാടികളും കിച്ചണിലെ പരിപാടിയൊക്കെ കഴിയും കേട്ടോ. ഇനി ഒരു പാവയ്ക്ക മെഴുക്കോട്ട് വയ്ക്കണം. കാരണം നമ്മുടെ പിള്ളേർക്ക് പാവയ്ക്ക ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവർക്ക് ഇന്ന് ഞാൻ എന്താ പറയുക പരിപ്പ് കൂട്ടാൻ, പിന്നെ മോരുകറി ഉണ്ടായിരുന്നു, പിന്നെ ഒരു മുട്ടയൊക്കെ പൊരിച്ച് കൊടുത്തു കേട്ടോ. പിള്ളേർ ഇപ്പം വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് എന്താ വീഡിയോ ചെയ്യാത്ത കുറച്ച് തിരക്കായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടും. പിന്നെ ഒരു 2 ദിവസമായിട്ട് വീടിൻ്റെ പുറത്ത് കുറച്ച് കൊച്ചു കളകളൊക്കെ അല്ലേ പറിക്കലും. പിന്നെ നമുക്ക് കുഞ്ഞു പിള്ളേരുള്ളപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ നമ്മുടെ പുറകെ പിടിക്കുകയൊക്കെ ചെയ്യും. ഇപ്പം നമ്മൾ ഈ ചെളി പിടിച്ച് വരിയൊക്കെ പിടിച്ചിട്ട് നമ്മൾ എന്താ പറയുക മൊബൈലൊക്കെ എടുത്ത് ചെയ്യാൻ നമുക്ക് പാടല്ലേ. അപ്പോൾ ഇടയ്ക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലോങ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ വേറെ പറയത്തൊക്കെ എന്താ, വേറെ വിശേഷമൊന്നുമില്ല കേട്ടോ. ഞാൻ സത്യത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഇനിയിപ്പം മിറ്റമൊക്കെ അടിച്ച് വാരി പിന്നെ വീടടിച്ച് ക്ലീൻ ആക്കിയില്ല കേട്ടോ. മിറ്റമൊക്കെ അടിച്ച് വാരി കോഴിക്കോടൊക്കെ വൃത്തിയാക്കി എന്താ പറയുക കോഴിക്കോടിൻ്റെ അപ്പിയെല്ലാം വാരി കളഞ്ഞ് സെറ്റാക്കി കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ക്ലീൻ ആക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു വേർപ്പാണല്ലോ. അതുകൊണ്ട് എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. ഞാൻ പിന്നെ ഇവളെയും കൂടെ കുളിപ്പിച്ച് എൻ്റെ അലക്കും കൂടെ കഴിഞ്ഞിച്ച് കുളിക്കാമെന്ന് ഓർത്തു. ഇവിടെ നമുക്ക് പിന്നെ ഇവിടെ തൊട്ടടുത്തൊരു ചേച്ചി ഉണ്ട്. ആ ചേച്ചി മാത്രമേ കേട്ടോ ഇവിടെ അലക്കുള്ളൂ. എപ്പോൾ വേണേലും നമുക്കിവിടെ അലക്കി കുളിക്കാം. എത്ര വെയിലത്ത് നമുക്ക് റബ്ബർ തോട്ടമൊക്കെ ഉള്ളതുകൊണ്ട് വെയിലൊന്നും കൊള്ളണ്ട. ഇപ്പോൾ 2-3-4 ദിവസമായിട്ട് വലിയ മഴയൊന്നും ഇല്ല കേട്ടോ. തെളിഞ്ഞ ഒരവസ്ഥയാണ്. ജാക്കിക്കുട്ടി കയറി പോകാൻ നോക്കണ്ട, നമുക്ക് കുളിക്കണം. അവൾക്ക് നിന്നിട്ട് തണുക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പം നമുക്കൊന്ന് കുളിച്ചാലും മോനെ, നമുക്ക് കുളിച്ചാ. നിവിക്കുട്ടനും നിയാമോളും ഇല്ല, നീ മാത്രമേ എനിക്ക് ഇന്ന് കൂട്ടുള്ളൂ. ഇന്ന് നോക്കിക്കേ ജാക്കിക്കുട്ടി. അപ്പോൾ നന്നായിട്ടൊന്ന് ഷാമ്പൂ ഒക്കെ തേച്ച് ഇവിടെ നല്ല തൃപ്തിയായിട്ട് എനിക്കൊന്ന് കുളിപ്പിക്കണം. ചുച്ചു മണമൊക്കെ ഉണ്ട്, ഇച്ചിരി എന്താ പറയുക മണമൊക്കെ ഉണ്ട് അല്ലേ. സാരമില്ല, എന്നാലും ഒരു മിണ്ടപ്പണിയല്ലേ അല്ലേ. നമുക്കതിനെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കണം. കുളിപ്പിച്ചിട്ട് ഇവളെ ആദ്യം കൊണ്ട് വീട്ടിൽ കൊണ്ട് കെട്ടിയിട്ട് വേണേൽ പിന്നെ എൻ്റെ അലക്കൽ അല്ല ഇവളുടെ മേല് മൊത്തം. ഇനിയിപ്പോൾ ഇവിടെ നിറച്ച് പുല്ലൊക്കെ ഉണ്ട്, എങ്കിലും നമ്മളൊന്ന് വീട്ടിൽ കൊണ്ട് കെട്ടിയാൽ ബക്കറ്റൊക്കെ ആയിട്ട് തൂക്കി കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. ജാക്കി നമുക്കൊന്ന് കുളിച്ചാലോ മോനെ.
അപ്പോൾ ജാക്കി കുളിക്കാൻ വേണ്ടിയിട്ട് ജാക്കിക്ക് ഞാനിവിടെ ജാക്കിയുടെ ടൗല്, ജാക്കിയുടെ ഷോപ്പ് ഇതാണ് ജാക്കിയുടെ നമ്മുടെ ഹിമാലയ ഷാമ്പു. അപ്പോൾ ഇത് നല്ല കേട്ടോ. ഇത് നമ്മൾ തേച്ച് അവളെ കുളിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മണമുണ്ട് കേട്ടോ. അവൾക്ക് നല്ല മണമുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇന്ന് തേപ്പിച്ചൊന്ന് കുളിപ്പിക്കണം. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അവർക്ക് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്താ പറയുക, നല്ലൊരു സുഖമുണ്ട് അവർക്ക്. അപ്പോൾ ഞാൻ ഈ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാക്കി ഇതിൻ്റെ മേലെ കുളിപ്പിച്ച ശേഷമാണ് കേട്ടോ സ്ക്രബ് ചെയ്യുന്നത്. നമ്മൾ നല്ല സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ നല്ല പോലെ അങ്ങോട്ട് പതഞ്ഞ് വരും കേട്ടോ. നല്ല വൃത്തിയായിട്ട് ആ സ്ക്രബ് ചെയ്യുമ്പോൾ പിന്നെ അവൾക്ക് മുഖത്തൊക്കെ അങ്ങ് സ്ക്രബ് ചെയ്താൽ ഭയങ്കര ഇഷ്ടമാണ് ശ്രദ്ധിക്കുക. പിന്നേടി ഇനി നമുക്ക് കുളിച്ച് സുന്ദരി ആവണ്ടേ. അപ്പോൾ ഇവിടെ ഒന്ന് നന്നായിട്ടൊന്ന് കുളിപ്പിക്കട്ടെ കേട്ടോ. എന്നിപ്പോൾ നമുക്കിന്ന് വീഡിയോ എടുക്കാൻ സപ്പോർട്ടിന് ആളില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഒന്ന് കുളിപ്പിച്ച് കഴിക്കും. അങ്ങനെ ജാക്കിക്കുട്ടി കുളിച്ച് സുന്ദരിയായിട്ടോ. അപ്പോൾ ഇതുണ്ടോ നല്ല മേലൊക്കെ തോത്ത് നല്ല ശുണ്ടിരി ഗേളായി അല്ലേ. നമുക്കൊന്ന് വീട്ടിലേക്ക് പോവാം. ഇനിയിപ്പോൾ ഇവളൊന്ന് വീട്ടിൽ കൊണ്ടേ കെട്ടാൻ പോവാണ് കേട്ടോ. ഇവളിത് കുളി കഴിഞ്ഞ് കുത്തിയിരിപ്പായി. ഇനി അത്രയും നേരം ഇതിനെ കൊതുക് അടിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ എന്നാൽ കൊണ്ടേ കെട്ടിയേക്കാന്ന് വെച്ചു. അപ്പോൾ ഇനി അത് കഴിഞ്ഞ ശേഷം എനിക്ക് കുളിക്കണം, അലക്കണം. മനസ്സിലായോ? ഞാൻ കൈ നന്ദി ക്ഷീക്കാൻ തന്നെ. അയ്യോ വിശക്കുന്നുണ്ടോ? വീട്ടിൽ ചെന്നിട്ട് നമുക്ക് അപ്പം തിന്നാട്ടോ. നഖമൊക്കെ നീണ്ടല്ലോ മക്കളെ, നമുക്ക് വെട്ടാം. അപ്പോൾ ഞാൻ ഇവളെ ഒന്ന് കൊണ്ടേ കെട്ടട്ടെ കേട്ടോ. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ബാടി അവിടെ മണമൊന്നും പിടിക്കണ്ട. നമുക്ക് വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കണ്ടേ. നമ്മുടെ നിവിക്കുട്ടനും കൊച്ചും ഇല്ലാത്തതുകൊണ്ട് നല്ല കുറവറിയുന്നുണ്ട്. അങ്ങോട്ടൊന്നും പോകണ്ട പറമ്പിലേക്ക്. അപ്പോൾ ഈ കടക്കേരി പൊക്കെ കുളിച്ച് സുന്ദരിയായിട്ട് കയറി ഇവിടെ കയറി ഇത് കഴിഞ്ഞിട്ട് ആശാത്തി കയറി പോവാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പം ഇനിയിപ്പം എനിക്ക് അലക്കാനും കുളിക്കാനും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് ഇവിടെയും കൊണ്ട് നിർത്തുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇനി അടുത്ത നല്ലൊരു കുഞ്ഞ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.